ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകസമാധാനത്തെക്കുറിച്ചുള്ള സംസാരമാണ് വേണ്ടിയത്. സമാധാനം നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. സത്യത്തിൽ സമാധാനം നമുക്കുണ്ടാക്കേണ്ടത് നമ്മൾ തന്നെ. ലോകസമാധാനത്തെക്കുറിച്ച് പറയുമ്പം ലോകസമാധാനത്തിന് അറുതി ഉണ്ടാക്കേണ്ടത് ദൈവം തമ്പുരാനാണ്. നമുക്കിതിനിടയ്ക്ക് കിടന്ന് എന്ത് ചെയ്യാനൊക്കും എന്ന് ചോദിച്ചാൽ ഈ സംവാദങ്ങളും കുറച്ച് മീറ്റിങ്ങുകളും കുറച്ച് സജഷൻസും ഒക്കെ പറയാമെന്നുള്ളതല്ലാതെ വലിയ കാര്യങ്ങളൊന്നും നമ്മളാൽ സാധ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്ത് സംഭവിക്കുന്നതും ദൈവമറിയാതൊന്നും സംഭവിക്കത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ജോസഫ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അമേരിക്ക, ട്രംപ് ഇന്ന് ഇറാനിൽ വന്ന് ഇസ്രായേലിനോടൊപ്പം ഇറാനെതിരായിട്ട് യുദ്ധം ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ചൊന്നും നമ്മൾ പറയാൻ നമ്മൾ യോഗ്യരല്ല. ആര് തെറ്റ് ആര് ശരി എന്ന് പറയാൻ നമ്മളാരും അതിന് യോഗ്യരല്ല. അതിന് കാരണം അവരവർക്ക് അതിൻ്റേതായ കാരണമുണ്ടാകും. ഇത് നമ്മൾ എടുക്കുമ്പോൾ സത്യത്തിൽ അമേരിക്ക ഒരു സൈഡിൽ നിന്നുകൊണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അമേരിക്ക ഏതായാലും ഈ യുദ്ധത്തിന് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതല്ലാതെ അപ്പുറത്തോട്ടൊന്നും അമേരിക്ക ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ഇസ്രായേൽ എന്നുള്ള ഈ രാജ്യത്തെ ഭൂമുഖത്തിൽ നിന്ന് ഇല്ലാതാക്കാമെന്ന് തീരുമാനമെടുത്ത ചില ആൾക്കാർക്കെതിരായിട്ടാണ് ഇസ്രായേൽ ഇന്ന് സമരം ചെയ്യുന്നത്, യുദ്ധം ചെയ്യുന്നത്. യുദ്ധത്തിൽ മരണങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. ഇപ്പോൾ ജോസ് പറഞ്ഞോണം നമ്മളെല്ലാം ഗ്യാസ് ഇല്ലാത്തവരായി തീർന്നു, അടുക്കളയിൽ ഗ്യാസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. ഇതൊന്നും വലിയ കാര്യങ്ങളല്ല. ഗ്യാസ് ഇല്ലാതെയും ജീവിച്ച് പഠിച്ചവരാണ് നമ്മൾ, അല്ലേ? അപ്പോൾ ഇതൊക്കെ പറഞ്ഞാലും എത്ര ഗ്യാസ് ഇല്ലെന്ന് പറഞ്ഞാലും എവറിത്തിങ് ഈസ് പോസിബിൾ. എല്ലാം സാധിക്കണം. ഏത് സാഹചര്യം അനുസരിച്ച് നമ്മൾ ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ഒന്നിനും ഒരു കുറവില്ല. ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ മനസ്സിൽ കണ്ടുവച്ചാൽ മതി. ലോകത്ത് നടക്കുന്നതിനൊന്നും നമ്മൾ കാരണക്കാരല്ല. അതിനകത്ത് നമുക്കൊന്നും ഇടപെടാൻ യാതൊരു അവകാശവുമില്ല, സാധ്യതകളുമില്ല. അങ്ങനെയെങ്കിൽ ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ സമർപ്പിക്കണം. ദൈവ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയണം. അതോടൊപ്പം ദൈവത്തോടെ മുട്ടിപ്പായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, ഇത് അവസാനിപ്പിക്കണമെന്ന്. ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഈ ഗൾഫിൽ ജോലി ചെയ്യുന്ന കാശ് കൊണ്ടുവന്നാണ് ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞാൻ കൺസ്ട്രക്ഷൻ പണി ചെയ്യുന്ന അതിനകത്ത് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കി അതിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ യുദ്ധമുണ്ടായപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒമാൻ ഗവൺമെൻറ് ഭയങ്കരമായിട്ട് ശുക്രനടിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ $60 വിറ്റുകൊണ്ടിരുന്ന അവരുടെ പെട്രോൾ അവരിപ്പോൾ വിൽക്കുന്ന $145 വിൽക്കുന്നത്. ഇരട്ടി കൂടുതൽ അവർക്ക് ലാഭമായി. അപ്പം യുദ്ധം പലർക്കും ലാഭമാണ്, പലർക്കും നഷ്ടമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുമ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കാനുണ്ടാവും. ഈ സാധനങ്ങൾ പലതും മേടിക്കുമ്പോൾ എല്ലാറ്റിനും 20%, 30% വരെ ആൾറെഡി കൂട്ടിക്കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ എന്താ എനിക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് ചോദിച്ചാൽ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഒത്തിരി കുറവ് വരും. ഒരു പ്രതീക്ഷ മാത്രം ഉണ്ടായിരുന്നാൽ മതി. ദൈവം തമ്പുരാൻ അടുത്ത ഒരു സാഹചര്യം നമുക്ക് തരുമെന്നുള്ള വിശ്വാസത്തിൽ ഈ യുദ്ധങ്ങളെല്ലാം മാറും. നല്ലൊരു അന്തരീക്ഷം നമുക്കുണ്ടാവും, നല്ലൊരു സമാധാനം നമുക്ക് സമാധാനക്കേടൊന്നുമില്ല. അപ്പം നമുക്കൊന്നും ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ. യുദ്ധമൊക്കെ നടന്നോട്ടെ, അത് ദൈവസ്ഥത്തിന് വിടുക, നമുക്ക് കുഴപ്പമൊന്നുമില്ല, അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ, ഒന്നുമില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചോണം. എനിവേ, ഈ ഞങ്ങളുടെ മെത്രാപ്പോലീത്ത കൊട്ടാരക്കാലത്തെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ദൈവത്തിൽ ആശ്രയിച്ച് സഭ ഭംഗിയായി നടത്തുന്ന ഒരു പരിശുദ്ധനായ ഒരു തിരുമേനിയാണ്. എവിടെയും സമയത്ത് വരികയും
ചെയ്യാനുള്ള കാര്യങ്ങൾ സമയത്ത് ചെയ്യുകയും അതിനെല്ലാം ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ഒരുപാട് ബുക്കുകളും ഒക്കെ എഴുതി വായിച്ചും എഴുതിയും ഒക്കെ ജീവിതം കൊണ്ട് നടക്കുന്ന ഞങ്ങളുടെ ഒരു തിരുമനസ്. മൗലവിയെ സംബന്ധിച്ചിടത്തോളം ജോസിൻ്റെ ബലവും ശക്തിയും എല്ലാം മൗലവിയാണ്. ജോസ് എപ്പോഴും പറയാറുണ്ട്, മൗലവി നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്കൊരു ആശ്വാസമാണ്, നമുക്കൊരു ബലമാണ് അങ്ങ് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഈ ജോസിനെ സ്നേഹിക്കുന്ന ഈ പലരെയും ഈ സ്റ്റേജ് വിളിച്ചിരുത്തി നിങ്ങളോട് സംസാരിക്കാൻ ഈ ഒരവസരം ഉണ്ടാക്കി തന്നതിന് ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ജോഷുവ മാർ ഇഗ്നാത്യോസ് തിരുമേനി കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങൾ തിരുമനസിനെ കണ്ടത് ഇവിടെ വെച്ചാണ് കണ്ടത്. അപ്പോൾ തിരുമനസും ജോസിനോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ ജോസ് എപ്പോൾ വിളിച്ചാലും തിരുമനസ് ഇവിടെ വരുന്നുണ്ടല്ലോ എന്നുള്ളതൊരു ഭാഗ്യം നമുക്കെല്ലാവർക്കും അതിരുന്ന. പിന്നെ ഗുരുരത്നം സ്വാമി വരുമായിരിക്കും അദ്ദേഹം വരുന്നുണ്ട്. പിന്നെ അച്ഛൻ, ഞങ്ങളുടെ അച്ഛനാണ് ജോൺസൺ മുളമൂട്ടിലച്ഛന്. സിൽവാനിയോസ് തിരുമേനിയെ ഞാൻ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്.